ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിൻ നിറവേ. ഏതു ഭാവവും അനായാസം ശ്രുതി ചേരുന്ന സ്വരമാധുരി. പാട്ടുപോലെ സുന്ദരമായ സ്നേഹ സൗഹൃദങ്ങളുടെ കൂടി പേരായിരുന്നു എസ് ജാനകി. ഗായകരുടെ ശരീരമല്ല ശാരീരമാണ് ഇളകേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ആലാപന ചാതുരി. സംഗീതം പോലെ തന്നെ ഭക്തിയും ഇഴുകിച്ചേർന്നതായിരുന്നു ആ ജീവിതമെന്ന് ജാനകിയമ്മയുടെ മുഖം നമ്മോട് പറയുന്നുണ്ട്. 1956 ആകാശവാണി നടത്തിയ സംഗീത മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടാണ് എസ് ജാനകി എന്ന സംഗീത വിസ്മയം സംഗീത ലോകത്തേക്ക് എത്തുന്നത്. 19ാം വയസ്സിലാണ് ജാനകി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാട്ടുപാടിയത്. 1957 പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിന് വേണ്ടി വിധീൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയ്ക്കായിരുന്നു ആ പാട്ട്. ആ ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും തെലുങ്ക് പതിപ്പ് ജനശ്രദ്ധ നേടി. ആ വർഷം തന്നെ ജാനകിക്ക് ലഭിച്ചത് മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടാനുള്ള അവസരമായിരുന്നു. ജാനകിയുടെ സംഗീത ജീവിതത്തിന് വഴിത്തിരിവായത് 1962 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം കൊഞ്ചും ചിലങ്കയാണ്. ജെമിനി ഗണേഷും സാവിത്രിയുമായിരുന്നു ഇതിൽ അഭിനയിച്ചിരുന്നത്. ചിത്രത്തിൽ ജാനകി പാടിയ ശിങ്കാരവേലനെ ദേവ എന്ന ഗാനം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഇളക്കിമറിച്ച എക്കാലത്തെയും മികച്ച സെമി ക്ലാസിക്കൽ ഹിറ്റായി മാറി. ചിത്രത്തിൻ്റെ തെലുങ്ക് പതിപ്പിലും ജാനകി തന്നെയാണ് പാടിയത്. ഈ ഹിറ്റ് പാട്ടോടെ തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം ജാനകിയുടെ പാട്ട് ഒഴിച്ചുകൂടാനാകാത്തതായി മാറി. AVM സ്റ്റുഡിയോയിൽ പാട്ടുകാർക്ക് മാസശമ്പളമുള്ള കാലമായിരുന്നു അന്ന്. AVMലെ സ്ഥിരം ഗായികയായിരുന്ന P. സുശീലയുടെ കരാർ അവസാനിച്ചതോടെയാണ് ജൂനിയർ ആയിരുന്ന ജാനകിക്ക് AVMലേക്ക് എത്താനായത്. ഇതോടെ ജാനകിക്ക് മുന്നിൽ തുറന്നത് അനന്തമായ സംഗീത ലോകമാണ്. പിന്നീട് അങ്ങോട്ട് സംഗീത പ്രേമികൾ കേട്ടത് ജാനകിയുടെ മധുരസ്വരങ്ങളായിരുന്നു. ജാനകി ഒരിക്കൽ പറഞ്ഞു, താൻ കരുതുന്നത് തൻ്റെ ശബ്ദത്തിനുള്ളിൽ ഗോപാലകൃഷ്ണൻ ഉണ്ടെന്നാണ്. ആ ഗോപാലകൃഷ്ണനാണ് ഇരുന്ന് പാടുന്നത്. അത്രമേൽ ഭക്തി സാന്ദ്രമായ ജീവിതമായിരുന്നു ജാനകിയുടേത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ഡോക്ടർ ശിസ്തില രാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23 ജാനകിയുടെ ജനനം. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ജാനകി വളർന്നത് അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖരന്റെ സംരക്ഷണയിലായിരുന്നു. നാടക കലാകാരനായിരുന്ന അദ്ദേഹം നടന്മാർ വേഷം മാറാൻ പോകുന്ന ഇടവേളകളിൽ ജാനകിയെ കൊണ്ട് പാട്ട് പാടിക്കുമായിരുന്നു. കാണികളെ മടുപ്പിക്കാതിരിക്കാനായിരുന്നു അദ്ദേഹം ജാനകിയെ കൊണ്ട് പാടിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ജാനകിയുടെ പാട്ട് കേൾക്കാൻ മാത്രമായി ആളുകൾ നാടകം കാണാൻ എത്തിത്തുടങ്ങി. 11ാം വയസ്സിൽ ക്രാന്തി കലാമണ്ഡലി എന്ന സംഘടനയ്ക്ക് വേണ്ടി സംഗീത പരിപാടി അവതരിപ്പിച്ച ജാനകി ജനഹൃദയങ്ങളിൽ ഇടം നേടി. 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എന്ന ഗാനത്തോടെയായിരുന്നു ജാനകിയുടെ മലയാളത്തിലേക്കുള്ള വരവ്. 2 വർഷങ്ങൾക്ക് ശേഷം മിന്നൽ പടയാളി എന്ന ചിത്രത്തിന് വേണ്ടി ഭി ഭാസ്കരൻ രചിച്ച രാക്കുയിലെ എന്ന ഗാനമായിരുന്നു രണ്ടാമത്തേത്. 1963 മൂടുപടം എന്ന ചിത്രത്തിൽ MS ബാബുരാജ് ഈണമിട്ട തളിരിട്ട കിനാക്കൾ എന്ന ഗാനത്തോടെയാണ് ജാനകിയുടെ മധുരസ്വരം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ടതായി മാറിയത്. ഈ ഗാനത്തോടെ ബാബുരാജിൻ്റെ പ്രിയപ്പെട്ട ഗായികയുമായി. 1980കളോടെ ഹിന്ദിയിലും ജാനകിയുടെ ശബ്ദം ഒഴിച്ചുകൂടാനാകാത്തതായി മാറി. ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒറിയ, സംസ്കൃതം, കൊങ്ങിണി, തുളു, സൗരാഷ്ട്ര, ബെഡഗ, സിംഹള, ജർമ്മൻ തുടങ്ങിയ ഭാഷകളിലും ജാനകി സാന്നിധ്യമറിയിച്ചു. 20ഓളം ഭാഷകളിലായി 20,000ഓളം പാട്ടുകളാണ് ജാനകി പാടിയത്. മികച്ച ഗായികയ്ക്കുള്ള ആദ്യ പുരസ്കാരം 1956 അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്ന് കൊച്ചു ജാനകി സ്വീകരിച്ചു. പിന്നീട് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ജാനകി സ്വന്തമാക്കിയത് 4 തവണയാണ്. ഇതിൽ ഒരു പുരസ്കാരം മലയാളക്കരയ്ക്കും സമ്മാനിച്ചു. 1200-ലേറെ മലയാള ഗാനങ്ങൾ ആലപിച്ച അവർ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ പുരസ്കാരം 11 തവണ കരസ്ഥമാക്കി. 2013 ജാനകിക്ക് പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ബഹുമതി വേണ്ട, ഭാരതരത്ന ബഹുമതി നൽകുമെങ്കിൽ സ്വീകരിക്കാമെന്നായിരുന്നു അവരുടെ പ്രതികരണം.
ബഹുമതികളുടെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ കലാകാരന്മാരോട് കാണിക്കുന്ന അവഗണനയിലെ പ്രതിഷേധം കൂടിയായിരുന്നു അത്. സംഗീത ലോകത്തെ 55 വർഷങ്ങൾ പിന്നിട്ട് 20,000-ലേറെ ഗാനങ്ങൾ ആലപിച്ച ജാനകിക്ക് 77-ാം വയസ്സിലാണ് പത്മഭൂഷൺ ലഭിച്ചത്. എന്നാൽ തനിക്ക് ഈ പ്രായത്തിൽ ലഭിക്കേണ്ട ബഹുമതിയല്ല പത്മഭൂഷണെന്നും അവർ അന്ന് പറഞ്ഞു. 2017-ൽ 79-ാം വയസ്സിൽ ജാനകി പൊതുവേദിയിൽ പാടുന്നത് അവസാനിക്കുന്നതായി പ്രഖ്യാപിച്ചു. 2016-ൽ 10 കൽപ്പനകൾ എന്ന ചിത്രത്തിനു വേണ്ടി റോയി പുറമടം എഴുതി മിഥുൻ ഈശ്വറിന്റെ സംഗീതത്തിൽ അമ്മപ്പൂവിന് എന്ന താരാട്ടുപാട്ടാണ് ജാനകിയമ്മ ഏറ്റവും ഒടുവിലായി പാടുന്ന സിനിമാ പാട്ട്. സ്നേഹദീപമേ മിഴി തുറക്കൂ